മോനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് ചില്ലി, അഥവാ ചില്ലി ബീഫ്. നമസ്കാരം, ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി ഹൽവ കഷ്ണം പോലത്തെ ബീഫ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും കൊണ്ട് നമ്മളിന്ന് എന്താണ് ചെയ്യണത്? നല്ല ബീഫ് ചില്ലി. നല്ല ചില്ലി ബീഫും അതുപോലെ തന്നെ കിഡിലൻ ഫ്രൈഡ് റൈസുമാണ്, എഗ് ഫ്രൈഡ് റൈസുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ നമുക്ക് ബീഫ് കറക്റ്റായിട്ട് ഇങ്ങനെ കട്ടി കുറച്ച് നീട്ടത്തിലാണ് കേട്ടോ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ നീട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. നമുക്കിതെല്ലാം ഫുള്ളിങ്ങനെ അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ നീട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യത്തെ പണി അതാണ്. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ബീഫ് കംപ്ലീറ്റ് ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് നന്നായിട്ട് അങ്ങോട്ട് വാഷ് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, നമ്മുടെ സാധാ മുളക് പൊടി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഈ കോണിലോട്ട് വെക്കാം. ഒരു അരമണിക്കൂർ കൂടി ഇരിക്കട്ടെ. അപ്പോഴത്തേനും തീ കത്തിച്ച് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങാം. അപ്പോൾ നമുക്ക് കടായി അടുപ്പത്തോട്ട് വെച്ച് നമ്മുടെ ബീഫ് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി കടായിക്കകത്തോട്ട് എണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ബീഫ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം കുറേശ്ശെ. നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇടാം. ആദ്യത്തെ പ്രാവശ്യം ഇത്ര മതി. ഇനി നമുക്ക് ഇളക്കിയിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഓഫ്, ആ ബീഫിൻ്റെ അതൊക്കെ ആ എണ്ണയിലേക്ക് ഇറങ്ങിയടാ. കണ്ടാ സാധനം എമ്മാരി ഇതായി നോക്കി അല്ലേ. പിന്നെ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? കുട്ടിക്കാലല്ല, മത്തിയൊക്കെ പറക്കുമ്പോൾ അതിൻ്റെ എണ്ണ ഇല്ല. അപ്പോൾ നമ്മുടെ ബീഫ് ഓൾമോസ്റ്റ് ഒരു ബാച്ച് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് കോരാം. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തോട്ട് മാറ്റാം. ബീഫ് ഫ്രൈ, സിമ്പിൾ ബീഫ് ഫ്രൈ ആണ്. ടേസ്റ്റി ബീഫ് ഫ്രൈ ആണ്. പിന്നെ ടേസ്റ്റ് വരാൻ പോകണേ ഉള്ളൂ. പിന്നെ അപ്പോൾ നമുക്ക് അടുത്ത ബാച്ചും കൂടെ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല പഴുത്ത് കിടക്കും. ഇങ്ങനെ ഇളക്കി നമുക്കിതും കൂടെ അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള റൈസ് ഇങ്ങനെ വേവിച്ചെടുത്തേക്കുവാണ്. ഫുള്ളായിട്ട് അങ്ങോട്ട് വെന്ത് മറ്റേ ബിരിയാണിയുടെ പോലെ അങ്ങോട്ട് വേവിച്ചിട്ടില്ല. കുറച്ച് വേവ് കുറവ് ആയിട്ട് എടുത്തിരിക്കണം കേട്ടോ. നമ്മളിതിൽ നിന്ന് കൂടുതൽ വെള്ളം വെച്ചിട്ട് അതിൽ നിന്ന് കോരി എടുക്കണം. അപ്പോൾ അരി നമ്മൾ ഇതുപോലെ കോരിയിട്ട് ഇങ്ങനെ ഒരു വലിയ പാത്രത്തിൽ നിരത്തി ഇട്ടാലാണ് നല്ലത്. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വീണ്ടും അത് ഇരുന്ന് ആ ചൂടത്ത് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അയ്യ, എണ്ണയൊക്കെ ഈ പാത്രത്തിൽ തന്നെ തട്ടിയിട്ട് വാ, നല്ല കിടിലൻ സാധനം. ആ കളർ കണ്ടപ്പോൾ. അപ്പോൾ നമ്മുടെ ചില്ലി ബീഫിൻ്റെ അടുത്ത പരിപാടി ഫൈനൽ ടച്ച് നമുക്ക് ചെയ്യാം. പടപട്ടയെന്ന് ചെയ്യണം കേട്ടോ, ചൈനീസ് ഐറ്റം അല്ലേ. നമുക്ക് കടായി വെക്കാം. നമ്മുടെ കടായിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്ക്
ഞാൻ ആ ബീഫ് ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ്. ചൂടായ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും അതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി നമ്മളിതിനായിട്ട് നിന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാം. കുറച്ച് സെലറി ഇട്ട് കൊടുക്കാം. സെലറി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഈ പച്ചക്കറി കടയിൽ പോയി ചോദിച്ചാൽ തരും കേട്ടോ. ചൈനീസ് ഐറ്റംസ് ഇടുന്നതാണ്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച സവോള ഇട്ട് കൊടുക്കാം. സവോള ഞാനിങ്ങനെ ചതുരത്തിൽ ഇതായിട്ട് അരിഞ്ഞാണ്, ഡൈസ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ഇതുപോലെ തന്നെ വലുതാക്കി അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം പല കളറുള്ളതുണ്ട്. അത് എല്ലാ കളറും ഉണ്ടെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പച്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചൈനീസ് ഐറ്റംസിൽ ഒരിക്കലും നമ്മൾ പച്ചക്കറി ഒരുപാട് ഇട്ടങ്ങോട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ പുറമൊക്കെ ഒന്ന് ഇതായാൽ മതി. കാരണം അങ്ങനെയാണ് അതിൻ്റെ രീതി. നമ്മുടെ പച്ചക്കറികളൊക്കെ അത്യാവശ്യം ഒന്ന് സോട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലൂടെ നമുക്ക് സോസുകൾ ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. അടുത്തായിട്ട് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം. റെഡ് ചില്ലി സോസാണ്. ഗ്രീൻ കളറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ ബീഫ് അങ്ങോട്ട് പെട്ടയ്ക്കാം. വെയിറ്റായി. ഇനി കയ്യിലെടുത്ത് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് പാടാം. ചില്ലി ബീഫ് സാധനം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജസ്റ്റ് ആ സീസണിങ് കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബീഫിന് എന്തായാലും ഉപ്പുണ്ടാവും. നമ്മുടെ ക്യാപ്സിക്കത്തിലെ ഉപ്പുണ്ടോ നോക്കട്ടെ. കുറച്ച് ഉപ്പ് കൂടെ ഇടാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ബീഫിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ടാ? സെറ്റല്ലേ? നമ്മൾ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്നില്ല, ഡ്രൈ ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഗ്രേവി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കോൺ സ്റ്റാർച്ച്, അതായത് കോൺഫ്ലോറിൽ വെള്ളം ഒഴിച്ച് കലക്കി വെച്ചതൊക്കെ ഒഴിച്ചിടാം. കുറച്ച് പഞ്ചസാര വേണ്ടവർക്ക് ഇടാം. നമുക്ക് പഞ്ചസാരയൊന്നും വേണ്ട. കാരണം ഓൾറെഡി നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെയൊക്കെ ഒരു മധുരമൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് പുളിയൊന്നുമില്ല, അപ്പം കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് ചില്ലി, അഥവാ ചില്ലി ബീഫ്. ഉണ്ട്, സെറ്റല്ലേ? സെറ്റ്. അപ്പോൾ എന്നാൽ നമുക്ക് ഫ്രൈഡ് റൈസ് അടിക്കാം. കാരണം ചില്ലി ബീഫ് തന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ, ഫ്രൈഡ് റൈസും വേണമല്ലോ. നമ്മുടെ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതും ആ ബീഫ് ഫ്രൈ തന്നെയാണ്. എന്താണെങ്കിലും നമുക്ക് ഇത് കൂടി കഴിക്കാനാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല. നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ 10 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം. ഒന്ന് ചിക്കി എടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി കുനുകുനാന്നരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെളുത്തുള്ളി. അപ്പോൾ ഇനി കുറച്ച് സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഒരു വെളുത്ത പാർട്ടില്ലേ, അതിട്ട് കൊടുക്കാം, അതിൻ്റെ തണ്ട്. ഇനി നമുക്കിതിലോട്ട് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി കുറച്ച് ക്യാബേജും ഇതുപോലെ കുഞ്ഞിതാക്കി അരിഞ്ഞത്, അതുപോലെ കുറച്ച് ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം മൊത്തത്തിൽ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സോസുകൾ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം സോയാ സോസ്, ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം, ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ തന്നെ വെയിറ്റായി അത്യാവശ്യം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഗ്രീൻ ചില്ലി ഇട്ടിട്ടില്ല കേട്ടോ, അതാണ് നമ്മൾ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടപ്പോഴത്തേനും നമ്മൾ പാത്രം നിറഞ്ഞല്ലോടാ. ഇതെന്തോ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ, അതൊരു കടയിൽ കൊള്ളണ്ടേ? ഓ, പാർസൽ കേട്ട് കഴിഞ്ഞാൽ നീ കഴിക്കുമല്ലോ ഇത്രയും.
അയ്യേ ഞാൻ പകുതി കഴിക്കുന്നുണ്ട്. നമുക്കേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, എല്ലാം ഇവിടെ മിക്സ് ആവണം. ഇതാണ് നമ്മളിങ്ങനെ എല്ലാം ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ റൈസ് പൊടിയാതെ നോക്കണം, മനസ്സിലായോ? റൈസ് കൊടുക്കാൻ റൈസ് പൊടിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ലേ, ഫ്രൈഡ് റൈസിൻ്റെ ആ ഗുമ്മുണ്ടാവില്ല. മോനെ അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അല്ല കിടിലൻ സാധനം കണ്ട. ചില്ലി ബീഫും അതുപോലെ തന്നെ കിടിലൻ ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഗാർണിഷായിട്ട് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാം, അതായത് ഉള്ളിയുടെ ഇല ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കളർഫുള്ളായിരിക്കും. ഫ്രൈഡ് റൈസിന് എന്താണെങ്കിലും സ്പ്രിംഗ് ഒനിയൻ വേണം കേട്ടോ, കാരണം ആ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിലേ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചില്ലി ബീഫൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ പരിപാടിയാണ് ഇത് കഴിക്കൽ. ഇതിൽ നിന്ന് കുറച്ച് നമ്മുടെ ചില്ലി ബീഫ് എടുക്കുക, ഫ്രൈഡ് റൈസിലോട്ട് അങ്ങ് ഇടാം. ഉണ്ടോ ഫുള്ള് ആ ക്യാപ്സിക്കം എല്ലാം കൂടെ എടുക്കണം, ബീഫ് മാത്രമായിട്ട് എടുക്കില്ല. എന്നിട്ട് ഫ്രൈഡ് റൈസും ബീഫും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ശരിക്കും ടൊമാറ്റോ സോസും ചില്ലി സോസൊക്കെ ഒഴിച്ച് കഴിക്കുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും വലിയ താല്പര്യമില്ല. നമ്മൾ ഓൾറെഡി ഇതിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ട് കിടിലെന്ന് പറഞ്ഞാൽ കിടിലം. പിന്നെ നമ്മുടെ കമൻറ്റ് വന്നൊരു ഇതുണ്ടോ, എന്തായിരുന്നു ഇതിൽ നിന്ന് ഇപ്പം നമ്മൾ ഈ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞത്, ഇപ്പോൾ കഴിയിട്ട് കഴിക്കല്ലേ ബാക്കി വേസ്റ്റ് ആവില്ലേ, ആ ഒരു രീതിയിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു മറുപടി നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുമോ? അതൊരിക്കലും നമ്മൾ വേസ്റ്റ് ചെയ്യില്ലല്ലോ. ഞാനിപ്പോൾ ഈ കഴിയിട്ട് കഴിച്ച ഈ ഭാഗം കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ കറക്റ്റായിട്ട് മാറ്റിയിട്ട് ഇപ്പോൾ ആരാണെങ്കിലും, പിന്നെ നമ്മുടെ ബാക്കിയാണല്ലോ ഇരിക്കുന്നത്, അവനൊന്നും കഴിക്കുന്ന ഒരു പ്രശ്നമില്ല. അങ്ങനെ നമ്മുടെ ഇത് കഴിക്കുന്ന അങ്ങനെ ഉണ്ടോ? നമ്മൾ ഒരുമിച്ചല്ലേ കഴിക്കാറ്, ഒരു പാത്രത്തിൽ കഴിക്കുന്നതാണ് ചിന്ത പോലും നമുക്കില്ല. അങ്ങനെയാണ് നമ്മുടെ അമ്മയാണെങ്കിലും എല്ലാവരും ഞങ്ങൾ അങ്ങനെ തന്നെ കഴിക്കാറ്. അപ്പോൾ ആ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബാക്കിയാണെങ്കിലും നമ്മൾ കൊടുക്കുന്നവർക്കാണെങ്കിലും എല്ലാം കറക്റ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലാണ്ട് വേസ്റ്റായിട്ടോ അങ്ങനെയൊന്നും അല്ല. ഒരു തുള്ളി ഫുഡ് നമ്മൾ വേസ്റ്റ് ആക്കുകയില്ല, അങ്ങനത്തെ ഒരു ഫീല് ഒരിക്കലും ഇല്ല. നമ്മൾ അതുപോലെ ഫുഡിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്, ഒരിക്കലും ഫുഡ് വേസ്റ്റ് ആക്കില്ല. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഫുഡ് നമ്മളൊന്നും ചെയ്യുന്നില്ല, അല്ല വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല, അത് ഞങ്ങൾ ആസ്വദിച്ച് ചെയ്യുന്നതാണ്. കുറച്ച് പേരെങ്കിലും ഡൗട്ട് പറയുമ്പോഴേ നമ്മളത് പറയണ്ട. പിന്നെ സാധനം ഗംഭീരം കേട്ടോ, അടിപൊളി അല്ലേ? അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ കിടിലൻ ചില്ലി ബീഫും എല്ലാം എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഇതുവരെ ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഫോളോ ചെയ്യുക, ഒന്ന് പവർ ആക്കുക മൊത്തത്തിൽ. അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. പീസ്.